ഹലോ ഗായ്സ്, അച്ചർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു വെജിറ്റബിൾ കറിയാണ്. അപ്പത്തിനോടും ചപ്പാത്തിയോടും കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. ഒന്നും പറയണ്ട, നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലോട്ട് പോയേക്കാം. അതിനായിട്ട് ചേരുവകളൊക്കെ പരിചയപ്പെടുത്താം. അതിനായിട്ട് നമ്മളെടുത്ത് തക്കാളിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ്. ക്യാരറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ്. സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ്. പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞെടുത്തതാണ്. ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. ബാക്കി നിങ്ങളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. എല്ലാം ഓരോന്നും വീതം വെച്ചാണ് എടുത്തിരിക്കുന്നത്. തക്കാളിക്കയും ക്യാരറ്റും സവാളയും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ചട്ടി ചൂടായി, അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ചുവന്നുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ചുവന്നുള്ളി, അതുപോലെ തന്നെ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. അങ്ങനെ ഇത് തമ്മിൽ വഴറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. സവാളൊക്കെ നല്ലപോലെ വഴണ്ടി വരുന്നുണ്ട്. ഒരു പരുവായി വരുന്നുണ്ട്. വഴണ്ടി വരുന്ന പരുവാവണം. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി മിക്സാക്കുകയാണ്. ഇങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി മിക്സാക്കി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാരറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ക്യാരറ്റൊക്കെ വഴണ്ടൊക്കെ വരുന്ന പരുവായി വരുന്നുണ്ട്. ഇങ്ങനെ വഴറ്റിയെടുക്കണം. വഴറ്റി വരുന്ന പരുവാക്കണം. ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിലോട്ട് തക്കാളിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് തക്കാളിക്ക ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉണക്കമുളക് വറുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. ഒരു മിക്സാണ് നിങ്ങളെ കാണിച്ചത് വീഡിയോയിൽ. ഇത് നമ്മൾ കറിക്കകത്ത് ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് റെഡിയാക്കിയ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടെ നമ്മൾ അരച്ച ഉണക്കമുളക് വറുത്ത് അരച്ച മിക്സ് ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. അതോടെ നമ്മൾ ലേശം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മുളകിൻ്റെ മിക്സും ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സാക്കുകയാണ് ചെയ്യുന്നത്. ഇത് അരിഞ്ഞു വന്ന ഒരു പരുവത്തിലാവണം. നിങ്ങൾക്ക് മുളക് പൊടി വേണം ചേർക്കാം. മുളക് പൊടി ഉള്ളവർക്ക് മുളക് പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഇളക്കി മിക്സാക്കുകയാണ്. ഈ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വരുന്നതാണ് ഒരു പരുവം. കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം. ഒരു പരുവത്തിലാണ് കറി റെഡിയായി വരുന്നത്. ഏകദേശം കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു വരുന്ന ഒരു പരുവമാവണം.
അടിപൊളി കറിയും കൂടിയാണ്. ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കറിയാണ്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡിയൊക്കെ ആയി വരുന്നുണ്ട്. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ പേരിലോട്ട് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അപ്പത്തിൻ്റെ കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി കറിയും കൂടിയാണ്. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ തന്നെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുത്തത്. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്.